ഹായ് ഓൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും ഒരു പോം തന്നെയാണ്. HSCയുടെ സിലബസിലുള്ളൊരു പോയമാണ് ടു എ സ്കൈലാർക്ക്. എഴുതിയതാരാണ്? PB ഷെല്ലി. PB ഷെല്ലിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ് ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് PB ഷെല്ലിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. PB ഷെല്ലി അഥവാ പേഴ്സി ഷെല്ലി എന്നാണ് ഫുൾ നെയിം വരുന്നത്. 4th ഓഗസ്റ്റ് 1729 ജനിക്കുന്നത്. ഒരു മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റാണ്. വേർഡ്സ്വർത്ത്, കോൾറിച്ച്, റോബർട്ട് സദേ, ബൈറനെ പോലെയുള്ളൊരു റൊമാൻറ്റിക് പോയറ്റിൽ പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് PB ഷെല്ലിയും. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് തിമോത്തി ഷെല്ലി. ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഷെല്ലിക്ക് ലൈഫിൽ പൊളിറ്റിക്സിനോടൊക്കെ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏർലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 1802 സയൻ ഹൗസ് അക്കാഡമിയിലും പിന്നീട് 1804 ഏറ്റൺ കോളേജിലും ആണ്. ഈ ഏറ്റൺ കോളേജിലാണ് ഇദ്ദേഹം മാറ്റ് ഷെല്ലി എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുന്നത് കേട്ടോ, മാറ്റ് ഷെല്ലി. പിന്നെ 1810 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് അങ്ങ് ചേഞ്ച് ആവുന്നത്. 1810 സാസ്ട്രൂസി എന്ന ഒരു ഗോത്തിക് നോവൽ പബ്ലിഷ് ചെയ്തു. പിന്നീട് തോമസ് ജെഫ്രിസണിനെ കണ്ടുമുട്ടുകയും പിന്നീട് അവർ 1811 ദ നെസസിറ്റി ഓഫ് എസ്റ്റിസിസം എന്ന ഒരു വർക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്തു. അവർ രണ്ടുപേരും കൂടെ പ്രൊഡ്യൂസ് ചെയ്തു. ഈ വർക്ക് കാരണം ഇവർ രണ്ടുപേരെയും കോളേജിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പിന്നീട് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഹാർലറ്റ് വെസ്റ്റ്ബ്രൂക്കിനെ വിവാഹം ചെയ്തു. അപ്പോൾ ഹാർലറ്റ് വെസ്റ്റ്ബ്രൂക്കിന് 16 വയസ്സും നമ്മുടെ PB ഷെല്ലിക്ക് 19 വയസ്സാണ് പ്രായം കേട്ടോ. പിന്നീട് അദ്ദേഹം ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് മൂവ് ചെയ്യും. അവിടെ റോബർട്ട് സദേനെ കണ്ടുമുട്ടുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വഴിയാണ് വില്യം ഗോഡ്വിനെ കുറിച്ച് ഷെല്ലി അറിയുന്നത്. അദ്ദേഹം ആ സമയത്തെ ഒരു റൈറ്ററാണ് ഈ വില്യം ഗോഡ്വിൻ എന്ന് പറയുന്നത്. വില്യം ഗോഡ്വിനിൻ്റെ മകളാണ് മേരി ഷെല്ലി. മേരി ഷെല്ലിയും PB ഷെല്ലിയും തമ്മിൽ അവിടെ വെച്ച് പ്രണയത്തിലാവുകയും അവർ സ്വിറ്റ്സർലാൻഡിലേക്ക് ഓടിപ്പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ യാത്രകൾ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് അലസ്റ്റർ ദ സ്പിരിറ്റ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന ഫേമസ് വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് അവർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് 1860 സ്കോട്ട്ലൻഡിലേക്ക് മറ്റൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ലോർഡ് ബൈറനെ കണ്ടുമുട്ടി. പിന്നീട് ഇറ്റലിയിലേക്കുള്ളൊരു യാത്രയിൽ കീറ്റ്സിനെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ ഹാർലറ്റ് വെസ്റ്റ്ബ്രൂക്കിനെ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ, വിവാഹം ചെയ്തതിന് ശേഷം എലിസബത്തിനെയും വിവാഹം ചെയ്യുന്നുണ്ട്, പ്രണയത്തിലാവുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ മേരി ഷെല്ലിയൊക്കെ കണ്ടുമുട്ടുന്നത് കേട്ടോ. പിന്നീട് കീറ്റ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കീറ്റ്സിൻ്റെ മരണശേഷം അഡോണീസ് എന്ന വർക്ക് ഒരു എലിജിയായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ടൈമിൽ ഒരുപാട് ബുക്സ് വായിക്കുകയും അതേപോലെ ലാംഗ്വേജ് പഠിക്കുകയും ഒക്കെ PB ഷെല്ലി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇറ്റലിയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് 8 ജൂലൈ 1822 ഷെല്ലി ബോട്ട് അപകടത്തിൽ മരിക്കുന്നത്. ഡോൺ ജുവാൻ എന്നാണ് ആ ബോട്ടിൻ്റെ പേര്. ഈ ഡോൺ ജുവാൻ എന്ന പേരിൽ ലോർഡ് ബൈറൺ ഒരു വർക്ക് ഷെല്ലിക്ക് വേണ്ടി ഒരു എലിജിയായിട്ട് എഴുതിയിട്ടുണ്ട്. ആരാ എഴുതിയത്? ഡോൺ ജുവാൻ എന്ന പേരിൽ എഴുതിയതാരാണ്? ലോർഡ് ബൈറൺ. ലോർഡ് ബൈറൺ ഈ വർക്ക് ഷെല്ലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താണ് എഴുതിയത്. ഷെല്ലിയുടെ ഗ്രേവിൻ്റെ മുകളിൽ ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റിലെ ഫേമസ് ആയിട്ടുള്ള വരികളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഏത് വരിയാണെന്നറിയാം? നത്തിങ് ഓഫ് ഹിം ദാറ്റ് ഡോത്ത് ഫെയ്ഡ് ബട്ട് ഡോത്ത് സഫർ എ സീ ചേഞ്ച് ഇൻ ടു സംതിങ് റിച്ച് ആൻഡ് സ്ട്രേഞ്ച്. ഈ വരികളാണ് അദ്ദേഹത്തിൻ്റെ ടോംബിൻ്റെ മേളിൽ എഴുതിയിരിക്കുന്നത്. ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റിലെ വരികളാണ് നത്തിങ് ഓഫ് ഹിം ദാറ്റ് ഡോത്ത് ഫെയ്ഡ് ബട്ട് ഡോത്ത് സഫർ എ സീ ചേഞ്ച് ഇൻ ടു സംതിങ് റിച്ച് ആൻഡ് സ്ട്രേഞ്ച്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് 1818 ഓസ്മാൻഡിയാസ്, 1890 ഓട്ടോ വിസ്വിൻഡ്, 1820 ടു എ സ്കൈലാർക്ക്, 1890 പൊളിറ്റിക്കൽ ബാലഡായിട്ടുള്ള മാസ്ക് ഓഫ് അനാർക്കി, 1821 അഡോണിസ്, then 1820 പ്രൊമത്തിയസ് അൺബൗണ്ട്. ഹിസ് ഫൈനൽ അൺഫിനിഷ്ഡ് വർക്കാണ് ദ ട്രംപ് ഓഫ് ലൈഫ് 1822. പിന്നെ ഹാർലറ്റ് ബ്ലൂം അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എ സൂപ്പർബ് ക്രാഫ്റ്റ്മാൻ, എ ലിറിക് പോയറ്റ് വിത്തൗട്ട് റൈവൽ ആൻഡ് ഷുവർലി വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്കെപ്റ്റിക്കൽ ഇൻ്റലക്റ്റ് എവർ ടു റൈറ്റ് എ പോയം എന്നാണ്. എന്താണ്? എ സൂപ്പർബ് ക്രാഫ്റ്റ്മാൻ, എ ലിറിക് പോയറ്റ് വിത്തൗട്ട് റൈവൽ ആൻഡ് ഷുവർലി വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ് സ്കെപ്റ്റിക്കൽ ഇൻ്റലക്റ്റ് എവർ ടു റൈറ്റ് എ പോയം എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഈ പോയം എഴുതുന്ന പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഷെല്ലിയും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള മേരി ഷെല്ലിയും ഒരു ഈവനിങ്ങിൽ ഇറ്റലിയിലെ ലിവർണോ ആ ഒരു വഴി പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു സ്കൈലാക്കിൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട്. അതിൽ ഇൻസ്പയർഡ് ആയിട്ട്
എഴുതുന്നതാണ്. സ്കൈലാർക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ആ പക്ഷിയെ കാണുകയും അതിൽ ഇൻസ്പയർഡ് ആകുകയും ചെയ്തിട്ട് എഴുതിയ പോയമാണ് ഈ പോയം എന്ന് പറയുന്നത്. അലക്സാണ്ടർ മാക്ലിൻ്റെ അഭിപ്രായത്തിൽ കീറ്റ്സിൻ്റെ ഓട്ടോ എ നൈറ്റിംഗേളും ഷെല്ലിയുടെ ഓട്ടോ എ സ്കൈലാർക്കും ടു ഗ്ലോറീസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? കീറ്റ്സിൻ്റെ ഓട്ടോ എ നൈറ്റിംഗേളും ഷെല്ലിയുടെ ഓട്ടോ എ സ്കൈലാർക്കും ടു ഗ്ലോറീസ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതിൽ ടോട്ടൽ 21 സ്റ്റാൻസാസ് ആണുള്ളത് ഈ പോയത്തിലുള്ളത്. ടോട്ടൽ 105 ലൈൻസ് ആണ് ഇതിലുള്ളത്. ഒരു സ്റ്റാൻസയിൽ 5 ലൈൻസ് വീതമാണുള്ളത്. 5 ലൈൻ വീതമുള്ള 21 സ്റ്റാൻസ, ടോട്ടൽ 105 ലൈൻസ്. പിന്നെ ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ABABB. എന്താണ്? ABABB. ഇത് പബ്ലിഷ് ചെയ്തത് 1820-ലാണ്. ഈ പോയം ഒരു ഓഡാണ്. ഓഡെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ? ആൻ ഓഡ് ഈസ് എ കൈൻഡ് ഓഫ് പോയം യൂഷ്വലി പ്രേസിങ് സംതിങ് or is a form of lyric poetry expressing emotion and it's usually addressed to someone or something. ഓടെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെ പ്രൈസ് ചെയ്ത് എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് ലിറിക്കൽ പോയട്രിയാണ് ഓടെന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൈലാർക്ക് എന്താണെന്നറിയാലോ? ഒരു ഈ ഓലഞ്ഞാലിക്കിളി എന്നൊക്കെ പറയില്ലേ, ചെറിയ ബേർഡ്, അതാണ് ഈ സ്കൈലാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ പോയത്തെ പറ്റി പറയുകയാണെങ്കിൽ റൊമാൻറ്റിക് പീരീഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കവിതകൾ കുറച്ചുകൂടെ സബ്ജക്റ്റീവ് ആയിരിക്കും അല്ലേ? ആ കവിത എഴുതിയ കവിയുടെ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ ആ കവിയുടെ ഇമാജിനേഷനിലൂടെയാണ്, ഇമാജിനേഷൻസൊക്കെയാണ് നമ്മൾ ആ കവിതയിൽ കാണുന്നത്. ഒരു ഏതൊക്കെ തലങ്ങളിലൂടെ പോകാമോ ആ തലങ്ങളിലൂടെ എല്ലാം ഒരു റൊമാൻറ്റിക് പോയറ്റ് പോകും ഇല്ലേ? അത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിന് നിരക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ലോജിക്ക് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, അങ്ങനെയുള്ളത് നമ്മുടെ ഇമാജിനേഷനും അപ്പുറത്തായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടെന്ന് വരാം. ഓക്കെ, നമ്മൾ ലിറ്ററേച്ചർ പഠിച്ചവർക്ക് ഈ ഇമാജിനേഷൻ, ആ ഒരു ഭാവന എന്ന് പറയുന്നതൊന്നും വലിയ സംഭവമല്ല. കാരണം ഇമാജിനേഷൻ തന്നെയാണ് ലിറ്ററേച്ചറിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ടു എ സ്കൈലാർക്കിലും നമ്മളുടെ യുക്തിക്ക് നിരക്കുന്നതിലും അപ്പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഇൻ ദിസ് പോയം ദ സ്പീക്കർ ട്രൈസ് ടു ബ്രേക്ക് ഡൗൺ ദ ബാരിയേഴ്സ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ. ഇറ്റ് കൺവേസ് ദാറ്റ് വി ആർ നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ദ ഫ്ലവർ, ട്രീസ് ആൻഡ് സ്കൈലാർക്ക് all around us. The poem suggests that making art is a part of what making us human-like. Singing is a part of being bird. It is about the way in which our feelings are projected. The poet reveals his deep isolation and loneliness, joy and sadness, and impossible to separate here. അതായത് ഈ പോയത്തിൽ സ്പീക്കർ പ്രകൃതിയെയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നശിപ്പിക്കുന്ന എന്തൊക്കെ തടസ്സങ്ങളാണോ ഉള്ളത് അതെല്ലാം ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട്. അതായത് മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല, പ്രകൃതി തന്നെയാണ് മനുഷ്യൻ. ഓക്കെ, നമ്മളൊരു പൂവിനെയും പുൽച്ചാടിയെയും മരത്തെയും കിളിയൊക്കെ പോലെ തന്നെയാണ് മനുഷ്യൻ. ഈ പ്രകൃതിയിലെ ഒരു അംഗമാണ് അല്ലേ? ഈ പ്രകൃതിയിലെ അംഗങ്ങളാണ് മറ്റു മൃഗങ്ങളും പക്ഷികളും പൂക്കളും പുഴയും എല്ലാം. അതുപോലെ ഈ പ്രകൃതിയിലെ ഒരു അംഗമാണ് മനുഷ്യനും. പിന്നെ ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ പോയം എഴുതിയാലല്ലേ ഒരു പോയറ്റായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു നല്ലൊരു സൂപ്പർ പെയിൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു പെയിൻറ്ററായിട്ട് മാറുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ മനുഷ്യൻ യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് എപ്പോഴാണ്? ഒരു ആർട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. എന്തിനെ പോലെ? മറ്റ് ക്രിയേച്ചേഴ്സിനെ പോലെ. ബേർഡ്, ഒരു കുയിൽ കൂവുമ്പോഴാണ് ആ ഒരു ബേർഡ് ആവുന്നത്. ഒരു പാട്ട് പാടുമ്പോഴാണ് അത് ബേർഡ് ആവുന്നത്. അതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഏകാന്തതയും ഡീപ്പ് ഐസൊലേഷനും എല്ലാം ഈ പോയത്തിൽ അദ്ദേഹം തുറന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫീലിങ്സിനെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നും നമുക്ക് ഈ പോയത്തിൽ കാണാൻ പറ്റും. പിന്നെ സന്തോഷവും സങ്കടവും ഒരു ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതായത് ഒരു കോയിൻ്റെ 2 വശങ്ങളെ പോലെയാണ് മനുഷ്യ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും എന്ന് പറയുന്നത് ഇല്ലേ? അത് വരുകയും പോവുകയും ഒക്കെ ചെയ്യും. ദുഃഖവും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും ഒരു മനുഷ്യ ജീവിതത്തിൽ. ഓക്കെ, പിന്നെ ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കാം. ഞാൻ പറഞ്ഞു 5 വരികളുള്ള 21 സ്റ്റാൻസസ് ആണുള്ളത്. അതായത് 105 വരികളാണുള്ളത്. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ലെങ്തി ആയിപ്പോവും. അല്ലെങ്കിൽ 105 ലൈൻസും എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. Hail to thee, blithe spirit, bird thou never wert, that from heaven or near it pourest thy full heart in profound strain of unpredicted art. To a Skylark begins with the speaker P B Shelley pointing out a skylark in the sky. He calls out the bird not in greeting but in reverence. Hail to thee.
He is amazed at the sight, and as the reader will later discover the song of the bird, he refers to the bird as blithe spirit, means happiness or joy. More detailed will follow, but Shelley sees this bird as the epitome of joy. It is less a bird and more an essence, a spirit. It is the best of all birds. It appears so beautiful to Shelley at that moment that he claims it have come from heaven, or at least from somewhere near it. The bird is swooping in the sky and power from the heart, a song that is described as profuse or abundant and full of unprepared art. It is an artful song that is not planned or scripted and is therefore all more beautiful. ഈ പോയം തുടങ്ങുന്നത് തന്നെ പോയറ്റ് സ്കൈയിലെ ഒരു സ്കൈലാർക്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ഹേ പക്ഷി എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു പക്ഷി എന്ന രീതിയിലല്ല സ്കൈലാർക്കിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, ബ്ലിത്ത് സ്പിരിറ്റ് എന്നാണ്. ബ്ലിത്ത് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കെയർ ഫ്രീ, ഹാപ്പി, ലൈറ്റ് ഹാർട്ടഡ് എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് ഈ ബ്ലിത്തിന് വരുന്നത്. അത്രയും ഹാപ്പി ആയ, കെയർ ഫ്രീ ആയ സ്പിരിറ്റ് എന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. യു ആർ നോട്ട് എ ബേർഡ്, നീ ഒരു പക്ഷിയല്ല. അത് ഈ സ്പിരിറ്റ് എന്ന വേർഡ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവും, ബേർഡിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ് അല്ലേ. പോയറ്റ് ഒരു പക്ഷി എന്നതിൽ ഉപരി ഒരു ഉയർന്ന തലത്തിലേക്കാണ് ഈ ബേർഡിനെ കാണുന്നത്. പോയറ്റ് പറയുകയാണ്, സാധാരണ നമ്മൾ കാണുന്ന ഒരു പക്ഷി അല്ല നീ, അങ്ങനത്തെ നമ്മൾ സാധാരണ കാണുന്നൊരു കാക്കയോ കുയിലിനെയോ പോലത്തെ ഒരു പക്ഷി അല്ല നീ. നീ എന്താണ്? നീ സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ അടുത്ത് എവിടെയോ ഉള്ളൊരു സ്ഥലത്ത് നിന്നാണ് നീ വരുന്നത്. അത്രയ്ക്ക് സ്വർഗീയമായൊരു പക്ഷിയാണ് നീ, അത്രയ്ക്ക് ഹെവൻലി ആയിട്ടുള്ളൊരു ബേർഡാണ് നീ. സ്കൈലാർക്കിനെ സ്വർഗീയമാക്കുന്നത് ഓർ ഒരു ഹെവൻലി സ്പിരിറ്റ് ആക്കുന്നത് എന്താണ്? സ്കൈലാർക്കിൻ്റെ സ്വാതന്ത്ര്യമാണ്. സ്കൈലാർക്ക് അനുഭവിക്കുന്ന സന്തോഷമാണ് അല്ലേ. പിന്നെ സ്കൈലാർക്കിൻ്റെ പാട്ടാണ്. സ്കൈലാർക്കിനെ സ്വർഗീയമാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാമാണ്. അതുകൊണ്ടാണ് പോയറ്റ് അങ്ങനെ തോന്നുന്നത്. നീ നിൻ്റെ ഹൃദയം തുറന്നാണ് പാടുന്നത്. നിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇമോഷനാണല്ലോ കവിത എന്ന് പറയുന്നത്. അതായത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻ എന്നല്ലേ നമ്മൾ പോയത്തിനെ പറയുന്നത്, പ്രത്യേകിച്ച് റൊമാൻറ്റിക് പീരീഡിൽ അല്ലേ. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? നിൻ്റെ ഹൃദയത്തിൽ നിന്ന് തുറന്ന് പാടുന്ന, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പാട്ടാണ് നീ പാടുന്നത്, അല്ലാതെ പ്രീ സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. അതായത് കവി ചെയ്യുന്നതും സ്കൈലാർക്ക് ചെയ്യുന്നതും സെയിം ആണ് എന്നാണ് പറയുന്നത്. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? നീ തുറന്ന് പാടുവാണ്, നീ നിൻ്റെ ഇമോഷൻസ് എല്ലാം പുറത്ത് കാണിക്കുവാണ്. എങ്ങനെ? ത്രൂ അൺപ്രെഡിക്റ്റഡ് ആർട്ട്. സ്കൈലാർക്കിൻ്റെ പാട്ട് എന്ന് പറയുന്നത് നേരത്തെ എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റഡ് സോങ് അല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഇമോഷൻ പുറത്തേക്ക് വരുവാണ്. പവർഫുൾ ഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻ. ഓക്കെ, നമ്മുടെ പോയറ്റ് ചെയ്യുന്നതും സ്കൈലാർക്ക് ചെയ്യുന്നതും സെയിം കാര്യം തന്നെയാണെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, നമുക്കിനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ഹയർ സ്റ്റിൽ ആൻഡ് ഹയർ ഫ്രം ദ എർത്ത് thou springest, like a cloud of fire the blue deep thou wingest, and singing still those soar and soaring ever singest. In the second stanza, Shelley makes some additional observations. The bird is not stopping its ascent, it is flying higher still as if it has sprung up from the earth. He compares the skylark to a cloud of fire. It is powerful and unstoppable. Perhaps the bird is returning to the heaven from where it first came. Even though the bird is still ascending, it also keeps up its song. It does the two simultaneously. It still does soar, and soaring ever singest. ഹയർ സ്റ്റിൽ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് സ്റ്റാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹയർ സ്റ്റിൽ ഹയസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഈ പക്ഷി ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പറന്ന് പറന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുവാണ്. മുകളിലേക്ക് പറന്ന് പോകുവാണ്. എന്തിനെ പോലെ? എ ക്ലൗഡ് ഓഫ് ഫയർ, ഒരു മേഘാഗ്നി പോലെ. എ ക്ലൗഡ് ഓഫ് ഫയർ എന്നാണ് ഇവിടെ പോയിട്ട് സ്കൈലാർക്കിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു മേഘാഗ്നി പോലെ, അതായത് അഗ്നി കൊണ്ടുള്ളൊരു മേഘം പോലെ സ്കൈലാർക്ക് മുകളിലേക്ക് ഉയർന്ന് പറങ്ങുവാണ്. എന്തൊരു വൈൽഡസ്റ്റ് ആയിട്ടുള്ളൊരു വൈഡ്ലി കമ്പാരിസൺ ആണെന്ന് നോക്കിയേ. തീ കൊണ്ടുള്ള മേഘങ്ങൾ പോലെ എന്നൊക്കെ പറയുന്നതല്ലേ. പിന്നെ എന്താ പറയുന്നത്? ദ ബ്ലൂ ഡീപ്പ് ദോ വിങ്ങസ്റ്റ്. ദ ബ്ലൂ ഡീപ്പ് എന്ന് പെട്ടെന്ന് പറയുമ്പോൾ ബ്ലൂ ഡീപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് എന്താണ്? ആഴക്കടലാണ് അല്ലേ, നീലക്കടലാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് നീല ആകാശമാണ് കേട്ടോ.
സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് പറയുന്നത്. അതായത് നീ നീലാകാശത്ത് മുകളിലേക്ക് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുവാണ്. എങ്ങനെയാണ് ആ പക്ഷി പറക്കുന്നത്? പാട്ട് പാടി മുകളിലേക്ക് പറക്കുന്നു. ഒന്നെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് പറക്കുന്നു, അല്ലെങ്കിൽ പറന്നുകൊണ്ട് പാട്ട് പാടുന്നു. ഓക്കെ, അത്രയും എൻജോയ് ചെയ്താണ് നീ മുകളിലേക്ക് പറക്കുന്നത്. ഇവിടെ നോക്കിയാൽ പാട്ടുപാടി പറക്കുക അല്ലെങ്കിൽ പറന്നുകൊണ്ട് പാടുക ഒരേ വാക്കുകളെ രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു വൈസ് വേഴ്സ ചേഞ്ചിങ്. ഇതിനെ പറയുന്ന പേരാണ് കിയാസ്മസ്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു കിയാസ്മസ് എന്താന്ന്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു പാരലൽ ഫ്രേസസ് ഇൻ വിച്ച് കറസ്പോണ്ടിങ് വേർഡ്സ് ഓർ ഫ്രേസസ് ആർ പ്ലേസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്ന് പറയില്ലേ? ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഈസ് ബ്യൂട്ടി, ഇങ്ങനെ പറയുന്നത്. അതായത് വൈസ് വേഴ്സ പറയുക, അതിനെയാണ് കിയാസ്മസ് എന്ന് പറയുന്നത്. നമുക്കിനി തേർഡ് സ്റ്റാൻസ് നോക്കാം. ഇൻ ദ ഗോൾഡൻ ലൈറ്റ്നിങ് ഓഫ് sunken sun, over which clouds are brightening, thou dost float and run, like an unbodied joy whose race is just begun. At this point, the bird is ascending up towards the golden lightning of the sun. The sun is sunken or low on the horizon, a most likely setting for the day, giving the scene greater ambience, as sunrise and sunset have always been seen as magical times. It flies up over the clouds that are closest to the sun. It is as if the bird is floating and running. Behind the skylark is a powerful unbodied joy that does not run over the energy. Its race is just begun. അതായത് അസ്തമയ സൂര്യൻ്റെ ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് തട്ടി മേഘാവൃതമായ ഈ ആകാശം ഇങ്ങനെ തിളങ്ങുവാണ്. ഈ സൺസെറ്റിൻ്റെയും സൺറൈസിൻ്റെയും സമയത്ത് ആകാശത്തിൻ്റെ നിറം എന്താണ്? ഒരു ഗോൾഡൻ യെല്ലോ കളർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റെഡിഷ് ഗോൾഡൻ കളർ എന്നൊക്കെ പറയാം ഇല്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്വർണ്ണ നിറത്തിൽ ആ സമയം ആകാശം ഇങ്ങനെ സ്വർണ്ണ നിറത്തിൽ തിളങ്ങും ഇല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഈ ആകാശത്തിനിടയിലൂടെ നീ എത്ര മനോഹരമായിട്ടാണ് പറക്കുന്നതെന്നല്ല പറഞ്ഞത്, ഒഴുകുന്നതെന്നാണ് പറഞ്ഞത്. ഫ്ലോട്ട് ആൻഡ് റൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന വേർഡ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്തിനെ പോലെയാണ് ഒഴുകുന്നത്? ലൈക്ക് ആൻ അൺബോഡിഡ് ജോയ്, അതായത് കാണാൻ പറ്റാത്ത സന്തോഷം ആണ്, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത സന്തോഷമാണിത്. എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ആൻഡ് ഹൂസ് റേസ് ഈസ് ജസ്റ്റ് ബിഗൺ, ആൻഡ് ബേർഡിൻ്റെ റേസ് ജസ്റ്റ് ബിഗാൻ ചെയ്തതേ ഉള്ളൂ. ഈ സ്കൈലാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൗണ്ട്ലെസ് ഫ്രീഡത്തെയാണ്. എങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഒരു പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം, പരിധിയില്ലാത്ത ഫ്രീഡത്തെയാണ് ഇവിടെ സ്കൈലാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റാൻസ. The pale purple even melts around thy flight, like a star of heaven in the broad daylight. Thou art unseen, but yet I hear thy shrill delight. At this point, to the skylark, a bird becomes obscured in the pale purple sky. The sun is truly going down and light in the sky is changing. It seems to melt around the skylark as it flies. Shelley compares these scenes to one that the reader might come across during the day as one casts their eyes to the sky. During the day, it is impossible to see stars, but yet one knows there are the same thing stands true for Shelley, who sensed the bird's presence but can no longer see it. It is as if the bird has become a star of heaven, or perhaps it already was. നമ്മൾ കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞു അസ്തമയ സൂര്യൻ്റെ ആ കിരണങ്ങൾ പതിച്ച ആകാശത്ത് തിളങ്ങുകയാണെന്ന്. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് എന്താണ്? സന്ധ്യയാണ്. അസ്തമിക്കുന്ന സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണല്ലോ, ഒരു വൈകുന്നേരം. ഈ സായാഹ്നത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് വൈകുന്നേരത്തിനൊരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ് അല്ലേ? ഒപ്പം ഒരു പക്ഷി അതിൻ്റെ കൂടെ മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിനെ പോലെയാണ് മൂവ് ചെയ്യുന്നത്? ഒരു സ്വർഗത്തിലെ നക്ഷത്രത്തെ പോലെയാണ് മൂവ് ചെയ്യുന്നത്. ഈ നക്ഷത്രങ്ങളെ നമുക്ക് ഡേ ലൈറ്റിൽ കാണാൻ പറ്റുമോ? ഒരു പകൽ സമയത്ത് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. ലൈറ്റിൽ നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല, സൂര്യപ്രകാശത്തിൽ. പക്ഷേ നക്ഷത്രങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട് ഇല്ലേ? അതേപോലെയാണ് നിൻ്റെ പാട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ബട്ട് നിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അത് ഓക്കെ, പക്ഷേ നിൻ്റെ പാട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നിന്നെ കാണുന്നില്ലെങ്കിലും നിൻ്റെ പാട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഐ ഹിയർ ദൈ സ്ട്രിൽ ഡിലൈറ്റ്. ഈ സ്ട്രിൽ എന്ന സൗണ്ടിന് പറയുന്നത് ഒരു ഹൈ പിച്ചാണ്, അതായത് ഇങ്ങനെ കൂർത്ത സൗണ്ട്,
ഷ്രിൽ എന്ന് പറയുന്നത്. ചെവിയിൽ തുളഞ്ഞു കയറുന്ന പോലത്തെ നോയ്സിനെയാണ് പറയുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ആ ബേഡിൻ്റെ സോങ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആ ബേഡിൻ്റെ സൗണ്ട് ഹൈ പിച്ച് ആണെങ്കിൽ കൂടി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അത് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ് ആ ബേഡിനുള്ളത്. ഷ്രിൽ വോയിസ് ആണ്, കൂർത്ത സൗണ്ടാണ്, പക്ഷേ സ്റ്റിൽ അത് ബ്യൂട്ടിഫുൾ ആണ്. 5th സ്റ്റാൻസ നോക്കാം. Keen as are the arrows of the silver spear, whose instants lamb narrow in the wide dawn clear, until we hardly see, we feel that it is there. In the 5th stanza, Shelley makes a comparison between the bird and the moon. He is directly relating happiness and joy to the beauty of the natural world, and theme that Shelley was not unfamiliar with. The bird is as keen as the arrows of light that emanates from the silver spear, that is the moon. At the night, the moon is instantly bright, but during the day, once wide dawn clear, it is very hard to see. It eventually disappears, but we still know and feel it is there. നേരത്തെ നമ്മൾ നോക്കിയ സ്റ്റാൻസയുടെ കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് ഈ സ്റ്റാൻസയും വരുന്നത്. നിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം പെനട്രേറ്റിംഗ് ആണ് എന്നതുപോലെ ഒരു ആരോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല, അമ്പ് പോലെ. പിന്നെ മൂണുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഒരു വീനസ് പ്രഭാത നക്ഷത്രവുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളതിനെ പകല് സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കില്ല, പക്ഷേ നമുക്കറിയാം അത് അവിടെ തന്നെ ഉണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നീയും നിൻ്റെ സോങ്ങും. നിന്നെ ഞങ്ങൾ കാണുന്നില്ല എങ്കിലും നിൻ്റെ സോങ് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സ്റ്റാൻസ 6 നോക്കാം. All the earth and air with thy voice is loud, as even night is bare from one lonely cloud. The moon rains our heart out her beams, and heaven is overflowed. The poet expands on the idea in the 6th stanza. The entire atmosphere of the earth, all the one can see and cannot see depending on the time of day, is made greater when the bird's voice is there. The bird is like the rays of the moon that rain down from heaven. കവി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ ആ ശബ്ദം ആകാശത്ത് വായുവിൽ മാത്രമല്ല കേൾക്കാൻ സാധിക്കുന്നത്, ഈ ഭൂമിയിലും നിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിൻ്റെ ശബ്ദം അത്രമാത്രം ലൗഡാണ്. ആസ് വെൻ നൈറ്റ് ഈസ് ബെയർ, ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അതായത് നിശബ്ദമായ രാത്രിയിൽ ഫ്രം ദ ലോൺലി ക്ലൗഡ്, ഒരു മേഘം മാത്രം അവിടെ ഉള്ളൂ. ദ മൂൺ റൺസ് ഔട്ട് ബീംസ് ആൻഡ് ഹെവൻ ഈസ് ഓവർഫ്ലോഡ്, അതായത് ആ ഒരു മേഘത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ തൻ്റെ പ്രകാശം വർഷിക്കുന്നില്ലേ, ചന്ദ്രൻ തൻ്റെ പ്രകാശം മുഴുവൻ ആ ഒരു മേഘത്തിൻ്റെ പുറകിൽ നിന്ന് പുറത്തേക്ക് വിടുന്നുണ്ട്. മൂൺ റൈൻസ് ഔട്ട്, ആ പ്രകാശം മൂൺ എങ്ങനെയാണ് വർഷിക്കുന്നത്? അത് വർഷിക്കുമ്പോൾ സ്വർഗം കരകവിഞ്ഞൊഴുകുന്ന പോലെ ബ്യൂട്ടിഫുള്ളാണ് നിൻ്റെ പാട്ട്. അതായത് ആ മൂൺ, ഒരു മേഘത്തിൻ്റെ പുറകിൽ നിന്ന് മൂൺ തൻ്റെ പ്രകാശം മൊത്തം പുറത്തേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നത് സ്വർഗം കരകവിഞ്ഞൊഴുകും പോലെയാണ്. ആ സ്വർഗം കരകവിഞ്ഞൊഴുകുന്ന അതേ ഫീലിംഗ് തന്നെയാണ് നിൻ്റെ പാട്ട് കേൾക്കുമ്പോഴും ഉണ്ടാകുന്നത്. നിശബ്ദമായ രാത്രിയിൽ ഒരേ ഒരു മേഘത്തിൻ്റെ പിന്നിൽ നിന്ന് തൻ്റെ പ്രകാശം പതുക്കെ പുറത്തേക്ക് വിടുന്ന ചന്ദ്രൻ, ഈ ചന്ദ്രനിൽ നിന്ന് പ്രകാശം ചൊരിയുന്നത് പോലെ, സ്വർഗം കരകവിഞ്ഞൊഴുകുന്നത് പോലെ അത്ര ബ്യൂട്ടിഫുള്ളാണ് നിൻ്റെ പാട്ട്. അത് ആ പാട്ട് ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇനി സ്റ്റാൻസ 7 നോക്കാം. What thou art we know not, what is most like thee, from rainbow cloud thee flow not, drops so bright to see, as from thy present shower a rain of melody. It is at the point that the poet will once more return to the idea that the bird is more than just a creature. It is representing something greater. It is the essence of happiness and all that is needed to live a joyful life. The speaker begins by stating that he does not know exactly what the skylark is, only what he can think to compare it to. He names of the number of things he could compare the bird to. The first is a rainbow cloud, which sound preciously beautiful, but the poet quickly dismisses them as the drops they rain are nothing compared to the melody that show from the skylark present.
ഭൂമിക്കും ആകാശത്തും സ്കൈലാർക്കിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും നമുക്ക് സ്കൈലാർക്കിൻ്റെ പാട്ട് കേൾക്കാൻ സാധിക്കും. കാരണം അത് അത്രയും ലൗഡിലാണ് പാടുന്നത്. എന്നിട്ട് കവി അത്ഭുതപ്പെടുവാണ്. ആ സ്കൈലാർക്കിൻ്റെ ആ പാട്ടുണ്ടല്ലോ, ഞങ്ങൾക്കറിയില്ല, അത് അങ്ങനെ ഒരു സംഗീതമാണ്. നിൻ്റെ ആ സംഗീതം എന്തിനെ പോലെയാണ്? മഴയ്ക്ക് ശേഷം ആകാശത്ത് മനോഹരമായ മഴവില്ല് വരും ഇല്ലേ, ആ മഴവില്ലിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് നിൻ്റെ സോങ്. മഴ പെയ്തതിന് ശേഷമുള്ള മഴത്തുള്ളികൾ, അതിൽ മഴവില്ലിൻ്റെ പ്രകാശം അടിക്കുമ്പോഴത്തേക്ക് ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തിളങ്ങും. അതുപോലെ തിളക്കമുള്ളതാണ് നിൻ്റെ പാട്ട്. പിന്നെ നിൻ്റെ ഈ റെയിൻ ഓഫ് മെലഡി ഉണ്ടല്ലോ, നിൻ്റെ ഈ സംഗീതം, അത് യഥാർത്ഥ മഴയേക്കാൾ എന്ത് മനോഹരമാണ്. നിൻ്റെ സാന്നിധ്യം തന്നെ റെയിൻ ഓഫ് മെലഡി ഷവർ ചെയ്യുകയാണ്. അതായത് നിൻ്റെ പ്രസൻസിൽ തന്നെ ഒരു മഴയെപ്പോലെ സംഗീതം ധാരധാരയായിട്ടിങ്ങ് പുറത്തേക്ക് വരുവാണ്. ഇങ്ങനെയൊക്കെ ബ്യൂട്ടിഫുള്ളായി നിന്നെ പ്രേരിപ്പിക്കുന്നത്, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പാടാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്, എന്തൊക്കെയാണ് നിന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നതെന്നാണ് പോയറ്റ് ചോദിക്കുന്നത്. പിന്നെ കുറേ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. 8th stanza. Like a poet hidden in the light of thought, singing hymns unbidden till the world is wrought to sympathy with hopes and fear it heeded not. The next couplet of stanza continues on this theme as Shelley tries to figure out how exactly to describe the bird. It is, he states, like a poetic impulse that cannot be restrained. It is singing hymns unbidden that have unintended but wonderful consequence. The song of the bird forces sympathy to surface in the minds of those that have not in the past heeded the hope and fears of others. It is actively and morally improving those who hear its songs. അതായത് ഇതിന് മുന്നേത്തെ സ്റ്റാൻസയിൽ റെയിൻ ഓഫ് മെലഡി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. ബട്ട് ഇവിടെ പോയിട്ട് കവിയോട് സ്കൈലാർക്കിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്തിനോടാണ്? കവിയോട് തന്നെയാണ്, ഒരു പോയറ്റിനോടാണ്. ലൈക്ക് എ പോയറ്റ് ഹിഡൻ ഇൻ ദ ലൈറ്റ് ഓഫ് തോട്ട്സ്, അതായത് തൻ്റെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന കവിയെ പോലെയാണ് സ്കൈലാർക്ക് പാടുന്നത്. ഹൈമൻസ് എന്ന് പറഞ്ഞാൽ സ്തുതിഗീതങ്ങൾ, അതായത് അനിയന്ത്രിതമായി ഇല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന കവിയെ പോലെയാണ് നീ പാടുന്നത്. till the world is wrought to sympathy with hope and fear it needed not. അതായത് ഈ ലോകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് സിമ്പതിയുണ്ട്, പ്രതീക്ഷയുണ്ട്, ഫിയർ ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല പല ഇമോഷൻസ് ഉണ്ട് ഇല്ലേ. അതേപോലെ ഇമോഷൻസ് ഉണ്ടെന്ന് തോന്നിപ്പിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? മനുഷ്യനെ തോന്നിപ്പിക്കേണ്ടത് പോയറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ നീ ഇവിടെ അൺകണ്ടീഷൻ ഫ്രീഡം ഉണ്ടെന്നും അൺകണ്ടീഷൻ ഹാപ്പിനെസ് ഉണ്ടെന്നും നീ ഇപ്പോൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പോയറ്റ് കവിത എഴുതുക എന്ന് പറയുന്ന പ്രോസസ്സും സ്കൈലാർക്ക് പാട്ട് പാടുക എന്ന് പറയുന്ന പ്രോസസ്സും ഏകദേശം ഒന്ന് തന്നെയാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. Like a high-born maiden in a palace tower, soothing her love-laden soul in secret hour, with music sweet as love, which overflows her bower. Stanza 9 of To a Skylark provide the reader with another comparison. The skylark is said to be like a high-born maiden that is locked away in a palace tower. From there, way above her lover as the bird is above the poet. She is able to secretly soothe his soul, her words just like a bird, music and sweet as love. And in the case of maiden, it overflows her bower on bedroom. ഈ 9th സ്റ്റാൻസയിൽ വീണ്ടും കമ്പാരിസൺ വരുവാണ്, സിമിലി വരുവാണ്. ലൈക്ക് എ ഹൈ ബോൺ മെയ്ഡൻ ഇൻ എ പാലസ് ടവർ, അതായത് ഒരു പാലസ് ടവറിൽ താമസിക്കുന്ന ഒരു ഹൈ ബോൺ ആയിട്ടുള്ള മെയ്ഡൻ, ഒരു സ്ത്രീ തൻ്റെ ലവറിനെ കാത്തു നിൽക്കുവാണ്. ആ സമയത്ത് അവൾ പാടുന്ന പാട്ടുണ്ട്, അത് അവളുടെ പ്രണയത്തെ സൂത്ത് ചെയ്യുന്ന, ഒരു താലോലിക്കുന്ന, അവളുടെ പ്രണയത്തിൻ്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന പാട്ടായിരിക്കും ആ സമയത്ത് അവൾ പാടുന്നത്. ആ മെയ്ഡൻ്റെ പാട്ട് പോലെയാണ് നിൻ്റെയും പാട്ട്. ബവർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് റൂം എന്നാണ്. അതായത് തൻ്റെ കാമുകനെ കാത്ത് തൻ്റെ റൂമിലിരുന്ന് കാമുകി പാട്ട് പാടുന്ന പോലെയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ് നിൻ്റെയും. ഇവിടെ ലവ് ലെയ്ഡൻ, സോൾ ഇൻ സീക്രട്ട്, ഇത് രണ്ടും എന്താണ്? ആലിട്രേഷനാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ്, അതായത് പോയറ്റ് കംപ്ലീറ്റ് സ്കൈലാർക്കിനെ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, 10th സ്റ്റാൻസയാണ്. ലൈക്ക് എ ഗ്ലോ വോം ഗോൾഡൻ
in a dell of dew, scattering and behold its aerial hue among the flowers and grass which screen it from the view. Shelley still has a couple more comparison to share. He sees the bird as a glowworm that is emerging golden light in a dell or small valley in the woods among the dew. The small moment of beauty is as delicate and important as the moment in which Shelley is living. These natural comparisons are those that bring Shelley the closest to relay the emotion he felt while hearing the briefly seeing the skylark. The bird is scattering, it is hue and happiness from the sky. It is unbehold to anyone or anything. Its mind and actions are its own. Its joy is raining down among the flowers and grass. Its essence is becoming a part of everything, not seen but felt. പോയം മുഴുവൻ കമ്പാരിസൺ തന്നെയാണ് അല്ലേ? ഈ ഒരു പോയം നമ്മൾ വായിക്കുമ്പോഴേ മനസ്സിലാവും ഫസ്റ്റ് ലൈൻ തൊട്ട് തന്നെ കമ്പാരിസൺ ആണ് നടത്തുന്നത്. ബട്ട് ഈ സ്റ്റാൻസയിൽ കുറച്ചുകൂടെ വിചിത്രമായ കമ്പാരിസണൊക്കെയാണ് നടത്തുന്നത്. ഇവിടെ ഒരു പുഴുവിനെ പോലെ ഒരു വേമിനെ പോലെയൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് എ ഗ്ലോ വോം ഗോൾഡൻ. ഗ്ലോ വോം ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫയർ ഫ്ലൈ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഫയർ ഫ്ലൈ, അതായത് മിന്നാമിനിങ്. പിന്നെ ഡ്വെൽ ഓഫ് ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്വെൽ ഓഫ് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഈർപ്പമുള്ള താഴ്വര. അപ്പോൾ ഒരു ഈർപ്പമുള്ള താഴ്വരയിൽ പാറിപ്പറന്ന് നടക്കുന്ന ഫയർ ഫ്ലൈ മിന്നാമിനിങ്ങിനെ പോലെയാണ് സ്കൈലാർക്ക്. കാരണം എന്താണ്? ഇതെല്ലാ സ്ഥലത്തും പ്രകാശം ചൊരിയുന്നുണ്ട്. മിന്നാമിനിങ് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് പ്രകാശം ഇങ്ങനെ വമിക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിലും ആ പോയിന്റിൽ മാത്രമല്ല കുറച്ച് സ്ഥലത്തേക്ക് ആ ഒരു പ്രകാശം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ സ്കൈലാർക്കും. ബട്ട് ആർക്കും കാണാൻ സാധിക്കുന്നില്ല. ഇതിങ്ങനെ ഫ്ലവേഴ്സിൻ്റെയും ഗ്രാസിൻ്റെയും ഒക്കെ ഇടയിലിരുന്ന് മിന്നാമിനിങ് ഇങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബട്ട് അതിനെ ആർക്കും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രകാശം എൻജോയ് ചെയ്യുന്നുണ്ട്, പ്രകാശം ആസ്വദിക്കുന്നുണ്ട്, പ്രകാശം കിട്ടുന്നുണ്ട്. അതുപോലെയാണ് നീയും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, എന്ത് ബ്യൂട്ടിഫുൾ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? പിന്നെ പോയിട്ട് പറയുന്നുണ്ട്, നിൻ്റെ സോങ്ങും ഇതേപോലെ തന്നെയാണ്, നിൻ്റെ ബ്യൂട്ടിഫുൾ സോങ്ങും ഇതേപോലെയാണ്. ആളുകൾക്കത് കേൾക്കാനൊന്നും പറ്റുന്നില്ല, ബട്ട് ഐ ക്യാൻ സീ ഇറ്റ്, ഐ ക്യാൻ എൻജോയ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 10 സ്റ്റാൻസ. ടോട്ടൽ 21 സ്റ്റാൻസാസ് ഉണ്ട്. ഈ പാർട്ട് 1 10 സ്റ്റാൻസാസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ പോയറ്റിനെ പറ്റിയും പോയത്തിൻ്റെ ഓവറോൾ ഒരു സമ്മറിയും ഒരു തീം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത പാർട്ടിൽ സ്റ്റാൻസ 11 to സ്റ്റാൻസ 21 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മെസ്സേജ് ചെയ്താലും മതി. താങ്ക് യു സോ മച്ച്.